നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലോജിക് ഗേറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഷുവറായിട്ടും ഒരു ചോദ്യം നീറ്റിന്, അപ്പോൾ നമുക്കിവിടെ നീറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നീറ്റ് എക്സാമിന് ഷുവറായിട്ടൊരു ചോദ്യം ലോജിക് ഗേറ്റിൽ നിന്ന് കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മളത് NCERT നോക്കുകയാണെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ടോപ്പിക്ക് കാണത്തില്ല. ഇത് നമുക്ക് ബോർഡ് എക്സാംസിന് ഡിലീറ്റ് ടോപ്പിക്കാണ്. പക്ഷേ നമുക്ക് എൻട്രൻസിന് അല്ലെങ്കിൽ നീറ്റിന് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാർട്ടിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ നീറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്ററിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നമ്മുടെ ടോപ്പിക്ക് ലോജിക് ഗേറ്റാണ്. അപ്പോൾ എന്താണ് ഗേറ്റ് എന്ന് പറയുന്നത്? ഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കാണ്. അതായത് നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ടുകളെ പറ്റി പഠിക്കുന്ന സമയത്ത് എന്താണ് സർക്യൂട്ട് എന്ന് പറയുന്നത്? സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുറേ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്നതാണ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ആ സർക്യൂട്ട് നമുക്ക് പല ഓപ്പറേഷനും വേണ്ടി നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാം. അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ സർക്യൂട്ടുകളിലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ബ്ലോക്കുകളെ വിളിക്കുന്ന പേരാണ് ഗേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ദാറ്റ് ഏത് ഗേറ്റ് എടുത്തു കഴിഞ്ഞാലും ലോജിക് ഗേറ്റുകൾ എന്താണെങ്കിലും അവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൈനറി ഓപ്പറേഷൻ ആണെന്ന് നോട്ട് ചെയ്യുക. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബൈനറി ഓപ്പറേഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ? ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുമ്പം ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻസ് എല്ലാം 0 അല്ലെങ്കിൽ 1 നടക്കുന്നത്, അല്ലേ? ഓപ്പറേഷൻസ് എല്ലാം കൺസിസ്റ്റ് ചെയ്യുന്നത് 0s അല്ലെങ്കിൽ 1s ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിനെ പറ്റിയൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ബൈനറി കോഡിലാണ്. അപ്പോൾ നമ്മളതിനെ പിന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് പല രീതിയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 0s and 1s നമ്മളെല്ലാം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 0 ഉം 1 പറയുന്ന സമയത്ത് നമുക്ക് ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. 0 എന്ന് പറയുന്നത് ലോ എന്നും 1 എന്ന് പറയുന്നത് ഹൈ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. എന്ത് ലോ, എന്ത് ഹൈ? സിഗ്നലുകൾ ലോ അല്ലെങ്കിൽ സിഗ്നലുകളെ പറ്റിയാണ് നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ 0 എന്ന് വെച്ചാൽ ലോ സിഗ്നൽ അല്ലെങ്കിൽ ലോ വോൾട്ടേജ്, ലോ വോൾട്ടേജ് എന്നൊക്കെ പറയാം. ലോ സിഗ്നൽ അല്ലെങ്കിൽ ലോ വോൾട്ടേജ്. 1 എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ സിഗ്നൽ. ഓക്കെ, ഇത് രണ്ടും ബേസിക്കലി അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നേരെ ഗേറ്റിലേക്ക് പോകാം. അപ്പോൾ ബേസിക്കലി നമുക്ക് ഗേറ്റുകൾ നീറ്റിന് പഠിക്കാനുള്ള 5 ഗേറ്റുകളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, 5 ഗേറ്റുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ഗേറ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, എന്താണ് ബേസിക് ഗേറ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത്. ബേസിക് ഗേറ്റ്സിലെ ഫസ്റ്റ് വരുന്നതാണ് ആൻഡ് ഗേറ്റ്. എന്താണ് ആൻഡ് ഗേറ്റ്? ആൻഡ് ഗേറ്റ്. ഓക്കെ, അപ്പോൾ ആൻഡ് ഗേറ്റിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് സിമ്പിളായിട്ട് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ നോക്കുക. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ D കണക്കിരിക്കും, അല്ലേ? D എന്ന് പറയുന്ന ലെറ്ററിലെ ഇംഗ്ലീഷ് ആൽഫബറ്റ് D കണക്കിരിക്കും. ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ഇൻപുട്ടാണ്. അപ്പോൾ എത്ര ഇൻപുട്ടുണ്ട്? 2 ഇൻപുട്ടുണ്ട്. ഇത് ഇൻപുട്ടാണ് കാണിക്കുന്നത് കേട്ടോ. എയിലൊരു ഇൻപുട്ടുണ്ട്, ബിയിലും ഇൻപുട്ടുണ്ട്. അപ്പോൾ ഗേറ്റിനകത്ത് ചെന്ന് നമുക്ക് ഒറ്റ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ഹിയർ ഔട്ട്പുട്ടിന് ഞാൻ C എന്ന് വിളിക്കുകയാണ്. നമ്മുടെ നിങ്ങൾ O എന്നൊക്കെ വിളിച്ച് എന്തോ ആയിക്കോട്ടെ. O എന്ന് എഴുതി കഴിഞ്ഞാൽ 0 ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ C എന്ന് എഴുതിയിരിക്കുന്നത്. ഫൈൻ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റ് വരയ്ക്കുന്ന ആ ഡേറ്റയെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. എന്താണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്? അപ്പോൾ ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കാം. അതായത് ഈ ഒരു ഗേറ്റിലൂടെ സിഗ്നലുകൾ കടന്നു പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ചേഞ്ച് നമുക്കറിയണം. ഓക്കെ, ഞാൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണേ. ട്രൂത്ത് ടേബിളിൽ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ A ഉണ്ട്, സെക്കൻഡ് B ഉണ്ട്, നമ്മുടെ C എന്ത് വരുന്നു? C ഇവിടുത്തെ ഔട്ട്പുട്ടായിരുന്നു, C ഉണ്ട്. ഓക്കെ, ഞാൻ ട്രൂത്ത് ടേബിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മൾ എന്തിനെ പറ്റിയായിരുന്നു? നമ്മൾ ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ഉണ്ടായിരുന്നത്? ബൈനറി ഓപ്പറേഷൻസ് ആയിരുന്നു. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻ വരാൻ? 0 0, അതായത് Aയും 0 ആയിരിക്കും, Bയും 0 ആയിരിക്കും. 2 സിഗ്നലുകളും 0 വരാം, അല്ലെങ്കിൽ ഒരെണ്ണം 0 ഒരെണ്ണം 1 വരാം, അല്ലെങ്കിൽ ഒരെണ്ണം 1 ഒരെണ്ണം 0 വരാം, അല്ലെങ്കിൽ 2ഉം 1 വരാം. ഇത്രയും കോമ്പിനേഷനാണല്ലോ ഇവിടെ വരുന്നത്. ഓക്കെ, ഇത്രയും കോമ്പിനേഷനാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ബേസിക്കലി ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്? ആൻഡ് ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ആൻഡ് ഗേറ്റിൻ്റെ ബൂലിയൻ ആൽജിബ്ര പ്രകാരമുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് C = A.B എന്നാണ്. ഇതാണ് C = A.B. അപ്പോൾ എന്താണ് ഈ ബൂലിയൻ ആൽജിബ്ര? ഇതൊക്കെ പുതിയ ടൈമായിരിക്കാം. ബൂലിയൻ ആൽജിബ്ര എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നവർക്കൊക്കെ അറിയാം. നമ്മൾ ഈ പറയുന്ന കണക്കുള്ള എക്സ്പ്രഷൻ, ഗേറ്റുകളിൽ എക്സ്പ്രഷൻ എഴുതുന്നത് ആ ഒരു രീതിയെ വിളിക്കുന്നവരാണ് ബൂലിയൻ ആൽജിബ്ര. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഭവമാണ് ഈ ബൂലിയൻ ആൽജിബ്ര എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ എക്സ്പ്രഷൻ എന്താണ്? A.B ആണ്. ഡോട്ട് മീൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഒന്നുമില്ല, ഡോട്ട് എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അങ്ങനെ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കേ, AB, എയുടെ വാല്യൂ 0 ആയിരുന്നു, ബിയുടെ വാല്യൂ 0 ആയിരുന്നു. അങ്ങനെയെങ്കിൽ C എന്തായിരിക്കും? നമുക്കറിയാം C = A.B ആണ്. അപ്പോൾ 0 × 0 എന്താണ്? 0 ആണ് വരുന്നത്.
0 ഇൻറ്റു 1 എന്താണ്? 0 ആണ് വരുന്നത്. 1 ഇൻറ്റു 0 എന്താണ്? 0 ആണ് വരുന്നത്. 1 ഇൻറ്റു 1 എന്താണ്? 1 ആണ് വരുന്നത് അല്ലേ? വെരി സിമ്പിൾ. ഡോട്ട് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത്. ഇത് സെറ്റ് തിയറി പഠിച്ചവർക്ക് അറിയാം. സെറ്റിനകത്ത് നമ്മൾ ആൻഡ് എന്ന് പറയുമ്പം ഇൻ്റർസെക്ഷൻ ആയിരുന്നു, അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാത്തമാറ്റിക്സിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആസ് എ ബയോ സ്റ്റുഡൻറ്റ് നിങ്ങളത് ആദ്യമായിട്ടാണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർത്ത് വെക്കുക, ആൻഡ് കറസ്പോണ്ടിങ് ടു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ആൻഡ് ഗേറ്റിൽ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. എക്സ്പ്രഷൻ എന്താണ്? എ ഡോട്ട് ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബോത്ത് ഇൻപുട്ട് മസ്റ്റ് ബി ഹൈ ഫോർ ഔട്ട്പുട്ട് ടു ബി ഹൈ. അതായത് രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമേ എന്തായിരിക്കത്തുള്ളൂ? ഔട്ട്പുട്ട് ഹൈ ആയിരിക്കത്തുള്ളൂ. ഹൈ എന്ന് വെച്ചാൽ എന്ത് വരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഹൈ എന്ന് വെച്ചാൽ 1 ആണ് ഹൈ, 0 ആണ് ലോ. ഈ കേസ് എന്ത് പറയാം? രണ്ട് ഇൻപുട്ടും ഹൈ ആയാൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. ഒരെണ്ണം ഹൈയും ഒരെണ്ണം ലോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആണ്. അതുകൊണ്ട് ഒരെണ്ണം ഹൈയും ഒരെണ്ണം ലോ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആണ്. രണ്ടും ലോ ആയി കഴിഞ്ഞാൽ ലോ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ടേബിൾ വരച്ച് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് സിംപ്ലി ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ഗേറ്റ് ആയിട്ടുള്ള ഓർ ഗേറ്റിലേക്ക് കടക്കാം. ിക്കുന്നത് ഓർ ഗേറ്റിനെ പറ്റിയാണ്. ഓക്കെ, ഓർ ഗേറ്റ് എങ്ങനെ സിംബലിക്കലി എഴുതാൻ നോക്കാം. സിംബലിക്കലി നമ്മൾ ആദ്യമേ വേണ്ട ഇൻപുട്ട് എല്ലാം വരയ്ക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങനൊരു സിമ്പിളാണ്. നമ്മൾ ഒരു യു കണക്ക് സി തിരിച്ചിട്ട് കണക്ക്, സി തിരിച്ചിട്ടാണ് വയ്ക്കുക. ഓക്കെ, സിമ്പിൾ. ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓർ ഗേറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് ഇൻപുട്ട്, രണ്ട് ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ഔട്ട്പുട്ടിന് ഞാൻ സി എന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടം എന്ത് വെച്ചാൽ വിളിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ എന്താണ് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ എക്സ്പ്രഷനാണ് ബൂളിയൻ എക്സ്പ്രഷൻ. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. മറ്റേടത്ത് എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ? ആൻഡ് ഗേറ്റിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്? അഡീഷനാണ് വരുന്നത്. ആ ഒരു ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ട്രൂത്ത് ടേബിൾ എഴുതാം. ഇപ്പം ട്രൂത്ത് ടേബിൾ സ്വയം ഒന്ന് എഴുതി നോക്കിയിട്ട്, അല്ലെങ്കിൽ ബാക്കി വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കി ട്രൂത്ത് ടേബിൾ എഴുതിയ ശേഷം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നോക്കുക. ഓക്കെ, ഫസ്റ്റ് എ ബി സി ഉണ്ട്. ഓക്കെ, നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. കോമ്പിനേഷൻസ് ഏതൊക്കെയായിരുന്നു? 0 0 1 0 0 1 1 1. ഇത്രയും കോമ്പിനേഷനാണല്ലോ ഉള്ളത് അല്ലേ? ഓക്കെ, നോക്കുക. 0 0 വരുമ്പോൾ നമുക്കറിയാം 0 + 0 എന്തായിരിക്കും? 0 ആയിരിക്കും. 1 + 0 എന്തായിരിക്കും? 1 ആയിരിക്കും. 0 + 1 എന്തായിരിക്കും? 1 ആയിരിക്കും. 1 + 1 എന്തായിരിക്കും? 2 എന്ന് എഴുതരുത്. കാര്യം നമ്മുടെ ഇവിടെ ബൈനറി, നമ്മൾ പ്യുവർലി ബൈനറിയെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ 1 + 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തായാലും 0 അല്ല. അപ്പോൾ 0 അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ആലോചിക്കുക കേട്ടോ. 1 + 1 എന്നാൽ 2 എന്ന് എഴുതി വെക്കല്ലേ. ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ബൈനറി ഓപ്പറേഷൻ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്കറിയാം 1 + 1 എന്തായാലും 0 അല്ല, നമ്മൾ 1 എന്ന് എഴുതുക. അങ്ങനെ പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ട്രൂത്ത് ടേബിൾ കിട്ടി. ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ എന്താണ്? സി = a + b ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കേ. ഇഫ് എനി ഇൻപുട്ട് ആർ ഹൈ വി ഗെറ്റ് ഹൈ ഔട്ട്പുട്ട്. എവിടെങ്കിലും ഒരു ഇൻപുട്ട്, എവിടെങ്കിലും ഒരു ഹൈ ഇൻപുട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതിപ്പം ഞാൻ പറയുന്ന രീതി മനസ്സിലായതുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇൻപുട്ട് എവിടെങ്കിലും നമ്മുടെ ഇൻപുട്ട് ഒരെണ്ണം ഹൈ ആയി കഴിഞ്ഞാൽ ആൻസർ ഹൈ ആയിരിക്കും. മറ്റേ കേസ് ഞാൻ പറഞ്ഞ എന്ത് വരുന്നു? രണ്ട് ഇൻപുട്ട് ഹൈ ആയാൽ മാത്രമേ നമ്മുടെ ഔട്ട്പുട്ട് ഹൈ ആവത്തുള്ളൂ. അല്ല ഇവിടെ ഒരു ഹൈ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഔട്ട്പുട്ട് ലോ ആയി വരത്തുള്ളായിരുന്നു. ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. അപ്പോൾ അത് മെമ്മറൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതാറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ഗേറ്റിലേക്ക് പോവാം. അടുത്ത ഇവിടെ മൂന്നാമത്തെ ഗേറ്റ് നോട്ട് ഗേറ്റ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഗേറ്റാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ഒന്നുമില്ല, സിംബലിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നോട്ട് ഗേറ്റിൻ്റെ പ്രത്യേകത ഉണ്ട്. നമ്മൾ ഒറ്റ ഇൻപുട്ടേ നോട്ട് ഗേറ്റ് റിസീവ് ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മൾ സാറിന് 2 ലൈനിൽ ഇടാറുള്ള എയും ബിയും. ഇവിടെ ഒറ്റ ലൈനേ ഉള്ളൂ. അത് മാത്രമല്ല സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഡയോഡ് പഠിച്ചവരായിരിക്കുമല്ലോ നിങ്ങൾ. ഡയോഡ്, അപ്പോൾ ഡയോഡിന് കണക്ക് ഡയോഡ് വരച്ചിട്ട് സൈഡിൽ ഒരു സർക്കിൾ വരച്ചിട്ടാൽ മതി. ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്? നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് തന്നെ നോട്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോട്ടെന്ന് പറയുമ്പം ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഔട്ട്പുട്ട് സി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓക്കെ, ഇവിടെ എ എന്നാണ് നമ്മുടെ ഇൻപുട്ട് കേട്ടോ. എ ഔട്ട്പുട്ട് കിട്ടുന്ന സി. ഓക്കെ, ഔട്ട്പുട്ട് സി എന്ന് പറയുന്നത് എയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. എന്താണ്? എയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ഇപ്പോൾ എന്താണ് കോംപ്ലിമെൻ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രൂത്ത് ടേബിൾ എഴുതി നോക്കിയാലോ. ട്രൂത്ത് ടേബിൾ എഴുതാം. ആദ്യമേ എ ഉണ്ട്, ബി ഉണ്ടോ? ബി ഇല്ല. ഇവിടെ ഔട്ട്പുട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഔട്ട്പുട്ട് പറ്റും? ഏതൊരു 0 പറ്റും, 1 പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം. ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് എന്ന് നിങ്ങൾ പഠിച്ച് വെക്കുക. മാത്തമാറ്റിക്കലി കോംപ്ലിമെൻ്റ് മീൻസ് ഒന്നിൽ നിന്നും ആ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ ടെക്നിക്കലി ഇവിടെ സി = എന്താണ്? 1 - a ആണ്. കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണെന്ന് പഠിച്ച് വെക്കുക. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ഒന്നിൽ നിന്ന് ആ വാല്യൂ കുറയ്ക്കുക. അപ്പോൾ ഒന്നിൽ നിന്ന് വാല്യൂ കുറച്ച് 0യുടെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് എന്ന് പഠിക്കുക. 0യുടെ ഓപ്പോസിറ്റ് എന്തുവാ? 1 ആണ്. 1ൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? 0 ആണ്. കഴിഞ്ഞു, നോട്ട് ഗേറ്റ് കഴിഞ്ഞു. ഇതാണ് 1 - a മീൻസ് 1 - 0. ഇപ്പോൾ 0 ആയിരുന്നെങ്കിൽ
നമ്മൾ സി ഈസ് ഈക്വൽ ടു 1 മൈനസ് എ 1 മൈനസ് 0 1 കിട്ടി. അടുത്ത 1 ആയിരുന്നെങ്കിൽ സി ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 0 കിട്ടി. അത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. നോട്ട് മീൻസ് ഓപ്പോസിറ്റ്. ഇതല്ലാത്തത് 0 അല്ലാത്തത് ഏതാ? ഒന്നല്ലേ ഉള്ളൂ. ബൈനറിൽ 0 അല്ലാത്ത 1 മാത്രമേ ഉള്ളൂ. ബൈനറിൽ 1 അല്ലാത്ത 0 മാത്രമേ ഉള്ളൂ. ഫിനിഷ്. ഓക്കെ, അപ്പോൾ നോട്ട് ഗേറ്റും കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ഗേറ്റും കൂടെ മാത്രമേ ഉള്ളൂ. വേഗം അതിലേക്ക് പോകാം. അടുത്ത ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗേറ്റാണ്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച 3 ബേസിക് ഗേറ്റുകളാണ്, ബേസിക് ലോജിക്കൽ ഗേറ്റാണ്. ഇനി ബാക്കിയുള്ള 2 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്, നമ്മൾ പഠിച്ചതിനെക്കാട്ടിയും കുറച്ച് ഡിഫറൻ്റ് ആണ്. 4th ഗേറ്റ് നോക്കാം അല്ലേ. 4th ഗേറ്റ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റാണ്. നാൻഡ് ഗേറ്റാണ്. പേര് തന്നെ പറയുന്നുണ്ട് നാൻഡ്. അതായത് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് നോട്ട് ആൻഡ് ഈ ആൻഡ് വേറെ ആൻഡാണ് കേട്ടോ. നോട്ടും ആൻഡും, നോട്ട് പ്ലസ് ആൻഡ് എന്ന് എഴുതിക്കോ, ആൻഡ് കൺഫ്യൂഷൻ ആണ്. നോട്ട് പ്ലസ് ആൻഡ്, നോട്ടും ആൻഡും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന സാധനമാണ് നാൻഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നോട്ടും ആൻഡും കമ്പൈൻ ചെയ്ത്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് വരച്ച് നോക്കാം. നോട്ടും ആൻഡും കമ്പൈൻ ചെയ്ത്. അപ്പോൾ ആദ്യമേ ആൻഡ് വരയ്ക്കാം. ആൻഡ് ഞാൻ വരയ്ക്കട്ടെ. ആൻഡ് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു ആൻഡ് വരുന്നത്. ആൻഡ് കമ്പൈൻ ചെയ്യുകയും ചെയ്യണം, നോട്ടും കമ്പൈൻ ചെയ്യണം. സിമ്പിൾ. ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്? എ ബി പ്ലസ് കിട്ടുന്ന നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ എന്ത് ഗേറ്റ്? നാൻഡ് ഗേറ്റ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇടുന്നതിന് പകരം നമുക്ക് ഒറ്റ ഗേറ്റായിട്ട് എഴുതിക്കൂടെ? ഒറ്റയായിട്ട് എങ്ങനെ എഴുതാം? ഉണ്ട്, അതിനൊരു രീതിയുണ്ട്. വരയ്ക്കുക, ഡി വരയ്ക്കുക. ഈ സാധനം എന്ത് ചെയ്യും? ഇവിടെ ജസ്റ്റ് ഒരു ഹോളില്ലേ, ഈ ഒരു വരച്ചാൽ മതി. യെസ്, ദിസ് ഈസ് അവർ നാൻഡ് ഗേറ്റ്. എന്താണ് നാൻഡ് ഗേറ്റ്? ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് കണ്ട 2 ഇൻപുട്ട് എയും ബിയും ഉണ്ട്, സി ഉണ്ട്. ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ബൂളിയൻ എക്സ്പ്രഷൻ പറഞ്ഞില്ല അല്ലേ. ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തൊക്കെ ഓപ്പറേഷൻ നടക്കുന്നത് ആലോചിച്ച് നോക്കേ. നോട്ടും ഉണ്ട് ആൻഡും ഉണ്ട് അല്ലേ. ഇപ്പോൾ 2 ഓപ്പറേഷൻ നടക്കുന്നില്ലേ? ആദ്യമേ നമ്മുടെ ഫിഗർ നോക്ക്. ആദ്യമേ എന്താ നടക്കുന്നത്? ആൻഡ് ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അതിന് ശേഷം എന്താ നടക്കുന്നത്? നോട്ട് നടക്കുന്നുണ്ട്. അപ്പം ആൻഡ് ഓപ്പറേഷൻ ഇവിടെ ഇത് തൽക്കാലം അവോയ്ഡ് ചെയ്യും നിങ്ങൾ. തൽക്കാലം ഈ നോട്ട് അങ്ങ് നിൽക്കട്ടെ അവിടെ. ആൻഡ് മാത്രം ഉള്ളെങ്കിൽ എന്താ സംഭവിക്കുന്നത്? എയും ബിയും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ആൻഡിന് എന്താ ഓപ്പറേഷൻ നടക്കുന്നത്? ആൻഡിന് ഓപ്പറേഷൻ നടക്കുന്നത് എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. ഞാനതിനെ എ ഡോട്ട് ബി എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ആദ്യമേ എ ഡോട്ട് ബി എഴുതുക. കഴിഞ്ഞില്ല. ബാക്കി എന്തോ ഉണ്ട്? ബാക്കി ഒരു നോട്ട് ഗേറ്റും കൂടെ ഉണ്ട്. നോട്ട് ഗേറ്റ് മീൻസ് കോംപ്ലിമെൻ്റ് ആണ്, ഞാൻ പറഞ്ഞായിരുന്നു. അതായത് ഇവിടെ എ ഡോട്ട് ബിയുടെ മൊത്തം കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ റിസൾട്ട്, ഇവിടെ ഇൻപുട്ട് എന്താ? നമ്മുടെ നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട് എന്തുവാ? എയും ബിയും കിട്ടുന്ന ഈ ആൻഡ് ഗേറ്റിൽ നിന്ന് റിസൾട്ടാണ് നമ്മുടെ നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഈ റിസൾട്ടിനെ വേണം നമ്മളിവിടെ എടുക്കാൻ അല്ലേ. മറ്റേത് നമ്മൾ എ മാത്രം റിസൾട്ട് ഉണ്ടായിരുന്നു, അവിടെ എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതി. ഇവിടെ എയും ബിയും കൂടെ കമ്പൈൻ ചെയ്ത് എ ഡോട്ട് ബി ആണ് എവിടെ ചെന്ന് കയറുന്നത്? ഇവിടുത്തെ നോട്ട് ഗേറ്റ് കയറുന്നത്. അതുകൊണ്ടാണ് എ ഡോട്ട് ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബൂളിയൻ ആൾജിബ്ര എക്സ്പ്രഷൻ. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, നമ്മുടെ ട്രൂത്ത് ടേബിൾ അങ്ങനെ ആയിരിക്കും. 0 0 1 0 0 1 1 1. ആലോചിച്ച് നോക്കുക എങ്ങനെ ആയിരിക്കുമെന്ന്. ആദ്യമേ എന്ത് ചെയ്യുക? എ ഡോട്ട് ബി കണ്ടുപിടിക്കുക, ഓപ്പോസിറ്റ് എടുത്താൽ മതി. 0 0. എ ഡോട്ട് ബി എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. 0 × 0 എത്രയാണ്? 0 ആണ്. പക്ഷേ 0 അല്ല, 0യുടെ കോംപ്ലിമെൻറ്റ് മീൻസ് 1 ആയിരിക്കും ആൻസർ. 1 0. അപ്പോൾ ആദ്യം എ ഡോട്ട് ബി 1 × 0 0. 0യുടെ കോംപ്ലിമെൻറ്റ് 1. 0 × 1 0. 0യുടെ കോംപ്ലിമെൻറ്റ് 1. 1 × 1 1. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0. സിമ്പിളി ഇതാണ് നമ്മുടെ നമ്മുടെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ലോ ഔട്ട്പുട്ട് ആയിരിക്കും എപ്പോഴാണ്? വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ ഹൈ അല്ലേ. 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുന്നത്? ലോ ഔട്ട്പുട്ടാണ് കിട്ടുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് ട്രൂത്ത് ടേബിൾ വരച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയാലും മതി. എനിവേസ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗേറ്റിലേക്ക് പോകാം. അടുത്ത ഗേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ ഗേറ്റാണ്. നമുക്ക് ഇത്രയുള്ള പഠിക്കാൻ ഫൈനൽ ഗേറ്റാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ്. ഇപ്പോൾ നാൻഡ് മനസ്സിലായെങ്കിൽ നോർ മനസ്സിലാക്കാൻ ഒരു പാടുമില്ല. നോർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും? നോട്ടിൻ്റെയും പ്ലസ് ഓറിൻ്റെയും കോമ്പിനേഷനാണ്. പേര് തന്നെ പറയുന്നുണ്ട് നോർ ഗേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് വരച്ച് നോക്കാം. നോർ ഗേറ്റ് അല്ലേ. അപ്പോൾ ആദ്യമേ എന്ത് വരയ്ക്കുക? ഓർ ഗേറ്റ് വരയ്ക്കുക. ഓർ ഗേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു നോട്ടും കൂടെ വരയ്ക്കുന്നുണ്ട്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, നമ്മുടെ ഔട്ട്പുട്ട് സി ആണ്. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം എങ്ങനെ ആക്കാം? ഒരുമിച്ച് വരച്ചുകൂടെ? ഓക്കെ, ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ കണ്ടു നോക്കുക നമ്മൾ. ഓക്കെ സിമ്പിൾ. ഇതാണ് നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു ചേഞ്ചും വരത്തില്ല. ഈ ഒരു സംഭവത്തെ ഇങ്ങോട്ട് ആ ഒരു സർക്കുലർ ഷേപ്പോടെ കാണിച്ചാൽ മതി. ഇതിനെ നമ്മൾ നോർ ഗേറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നോർ ഗേറ്റിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കുമെന്ന്. നമുക്കറിയാം ഓർ ഗേറ്റിനകത്ത് എക്സ്പ്രഷൻ എന്ത് വരുന്നു? ഓർ ഗേറ്റിനകത്ത് എ പ്ലസ് ബി ആയിരുന്നു എക്സ്പ്രഷൻ അറിയാം. ഇവിടെ നോട്ടല്ലേ, അപ്പോൾ എ പ്ലസ് ബിയുടെ എന്തായിരിക്കും? കോംപ്ലിമെൻ്റ് ആയിരിക്കും. വളരെ സിമ്പിൾ. അങ്ങനെ വന്ന എ പ്ലസ് ബിയുടെ കോംപ്ലിമെൻറ്റ് ആദ്യമേ എയിലും ബിയിലും കയറി ഇവിടെ വരും. ഇവിടെ ചെല്ലുമ്പോൾ എന്താണ്?
ഇവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്തായാലും ചെയ്യുന്നത് A+B ചെയ്യുമായിരുന്നു. ഇനി ആ A+B ആണ് എങ്ങോട്ട് ചെല്ലുന്നത്? നോട്ടിൽ ചെല്ലുന്നത്. നോട്ട് നമുക്കറിയാം കോംപ്ലിമെൻ്റ് തരത്തുള്ളൂ. അപ്പോൾ A+B കോംപ്ലിമെൻ്റ് ആണ് നമ്മുടെ C ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് A+B ബോൾ കോംപ്ലിമെൻറ്റ്. മീൻസ് രണ്ടിനും കൂടെ ബാധകമാണ് കേട്ടോ. A+B ചെയ്തിട്ട് കിട്ടുന്ന ആൻസറിൻ്റെ കോംപ്ലിമെൻറ്റ് എടുക്കുകയെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കാം. ABC ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. 0 0 1 0 0 1 1 1. ഓക്കെ ഓക്കെ ആലോചിച്ച് ഓക്കെ എന്തായിരിക്കും വരുന്നത്? ആദ്യമേ A+B ചെയ്യുക. 0 + 0 0 ചെയ്തു. 0യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? 1 ആണ് വരുന്നത്. 1 + 0 1 ചെയ്തു. 1ൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്? 0 ആണ് വരുന്നത്. 0 + 1 1 ചെയ്തു. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആണ് വരുന്നത്. 1 + 1 2 അല്ല, ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ കേസിൽ 1 ആണ് വരുന്നത്. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആണ് വരുന്നത്. ഓക്കെ, അതൊക്കെ അറിയായിരിക്കുമല്ലോ. 1 + 1 1 അല്ലെന്ന് 2 അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇവിടെ ബൈനറി ഇൻപുട്ട്സ് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് 1 + 1 0 കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ഇത് കിട്ടി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹൈ ഔട്ട്പുട്ട് ഓൺലി വെൻ ബോത്ത് ഇൻപുട്ട്സ് ആർ ലോ അല്ലേ? രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. നമ്മുടെ ഇൻപുട്ട് ലോ ആണെന്നല്ല കേട്ടോ. രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് 1 ഹൈ ആണ്, ഇൻപുട്ട് 2 ഹൈ ആണ്. അപ്പോൾ കിട്ടുന്ന ആൻസർ ലോ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അത് മനസ്സിലായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്ക് രണ്ട് കണ്ടീഷനോടെ പഠിക്കാനുണ്ട്. ഇപ്പം ബേസിക്കലി ഇത്രേ ഉള്ളു തിയറി എന്ന് പറയുന്നത്. നമുക്ക് എക്സാമിൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഒരുപാട് കണ്ടു വരുന്ന ടൈപ്പ് ഒരു ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്രസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും സ്പെഷ്യൽ ഗേറ്റിലൂടെ പഠിക്കാനുണ്ടോ? സ്പെഷ്യൽ ഗേറ്റ് എന്ന് പറയുമ്പം ഈ യൂണിവേഴ്സൽ ഗേറ്റിൻ്റെ കൂടെ വേറെ ടോപ്പിക്കാണ് സ്പെഷ്യൽ ഗേറ്റ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഗേറ്റിനകത്ത് വരുന്നത് എക്സോറും എക്സ്നോറും ആണ് വരുന്നത്. എക്സോർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് ഓറും എക്സ്നോറും ഉണ്ട്, എക്സ്ക്ലൂസീവ് നോറും ഉണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാനില്ല. നമുക്കത് നിങ്ങൾ ഫർദർ സ്റ്റഡീസിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് കാണും. പിന്നെ എനിക്ക് തോന്നുന്നു JEE മെയിൻസിനും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊന്നും അവിടെ പറയുന്നില്ല. നമ്മുടെ നീറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഇത് ഔട്ട് ഓഫ് സ്കോപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് ഈ ഗേറ്റുകളുടെ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. അത് നമ്മൾ ന്യൂമറിക്കൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഗേറ്റുകളുടെ എന്താണ് കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഗേറ്റുകളെ കൂട്ടിച്ചേർത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കണം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതുകയാണ്. നോക്കിക്കോണേ, ഇതൊന്നും എൻ്റെ അടുത്ത് പറയണമെന്ന് തോന്നുന്നു. ഇത് ഞാൻ വരയ്ക്കുന്ന ഗേറ്റാണിത്. ഇത് നമ്മുടെ ഓർ ഗേറ്റ് ആണല്ലേ? ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ്. പക്ഷേ ഓർ ഗേറ്റിൽ ഞാൻ എങ്ങനെ വരച്ചേക്കുന്നത്? നമ്മൾ പഠിച്ച ഓർ ഗേറ്റ് ഇത്രേ ഉള്ളായിരുന്നു. രണ്ട് ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. രണ്ട് ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഒറ്റ ഇൻപുട്ടാണല്ലേ? ഒറ്റ ഇൻപുട്ടാണ്. പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേറെ ഒന്നുമില്ല. ഇവിടെ എനിക്ക് ഒറ്റ ഇൻപുട്ടേ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഞാൻ പറയാം. എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും? 0 അല്ലെങ്കിൽ 1 കൊടുക്കാൻ പറ്റും. സപ്പോസ് ഇവിടെ 0 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ 0 തന്നെ ആയിരിക്കും എവിടെ വരുന്നത്? ഇവിടെയും വരുന്നത്, ഇവിടെയും വരുന്നത്, ഇവിടെയും വരുന്നത്. അതായത് നമ്മുടെ രണ്ട് ഇൻപുട്ടും 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഓർ ഗേറ്റ് പ്രകാരം എന്തുവാ? ഓർ ഗേറ്റിനകത്ത് A ഇവിടെ 0, B ഇവിടെ 0. അപ്പോൾ A+B അല്ലേ ചെയ്യേണ്ടത്? ആൻസർ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഞാൻ പറയട്ടെ, നമ്മൾ തിരിച്ച് 1 കൊടുത്ത് നോക്കും. നിങ്ങൾ 1 കൊടുത്ത് നോക്കും. നമ്മൾ 1 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 1 ആയിരിക്കും, ഇവിടെയും 1 ആയിരിക്കും. 1 + 1 എന്തുവാ? 1 തന്നെ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കുന്നോ അത് തന്നെയാണ് നമ്മുടെ ഔട്ട്പുട്ടായിട്ടും വരുന്നത്. അതായത് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നിങ്ങളൊരു ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇതൊരു കണ്ടക്റ്റിംഗ് വയർ അല്ലെങ്കിൽ ബഫറായിട്ട് ആക്ട് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചുരുക്കി പറഞ്ഞാൽ മാറ്റമൊന്നുമില്ല. എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അത് തന്നെയല്ലേ ഇൻപുട്ട് തരുന്നത്. ഓക്കെ, ഇവിടെ എന്ത് ഇൻപുട്ട് 1 കൊടുത്താൽ 1 തന്നെ വരുന്നു, 0 കൊടുത്താൽ 0 എന്ന് വരുന്നു. നിങ്ങൾക്ക് 1 0 0 1 കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? ഇവിടെ ഒറ്റ ഇൻപുട്ടല്ലേ കൊടുക്കാനുള്ളൂ. ഒറ്റ ഇൻപുട്ട് കൊടുക്കുന്നിടത്ത് 1 0 എങ്ങനെയാണോ കൊടുക്കുന്നത് അല്ലേ? ഏതൊരു 1 കൊടുക്കാം അല്ലെങ്കിൽ 0 കൊടുക്കാം. രണ്ടും കൂടെ കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതെങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പറ്റും അല്ലേ? ഇങ്ങനെ മാത്രം, ഇത്രയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ഇവിടെ 0 കൊടുക്കാം. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണക്റ്റഡ് ടു എ സിംഗിൾ ലൈൻ അല്ലേ? ഇവിടെ കൊടുക്കുന്ന ഔട്ട്പുട്ടല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ. അതാണ് ചോദിക്കുന്നത്. ഇത് മാത്രമായിട്ടുള്ള ചോദ്യങ്ങൾ വരാം. പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നാൽ പുതുതായിട്ട് തോന്നരുത്. ഈ 0 1 ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ആലോചിക്കും. ഇത് എന്തായിട്ട് വർക്ക് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞത്? കണ്ടക്റ്റിംഗ് വയേഴ്സ് അല്ലേ? കണ്ടക്റ്റിംഗ് വയേഴ്സായിട്ട് ആക്ട് ചെയ്യും. പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എന്തിവിടെ കൊടുക്കുന്നോ അത് തന്നെ ഇങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ബഫർ എന്നൊക്കെ വിളിക്കും. ഓക്കെ, ബഫർ എന്നൊക്കെ വിളിക്കും. അതൊക്കെ ഒരു പേരാണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി. ഓക്കെ, ഇനി ഞാൻ ഇതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇത് ഞാൻ ഓറിനെ പറ്റിയാണ് പറഞ്ഞത്. നാൻഡ് ആണെങ്കിലും മാറ്റമൊന്നുമില്ല കേട്ടോ. നാൻഡ് ആണെങ്കിലും വേണ്ട, നാൻഡ് ആകുമ്പോൾ എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു വരുന്നത്.
അല്ലേ? നാൻഡ് അങ്ങനെ ആലോചിച്ച് ഓക്കെ, ഇവിടെ ഞാൻ 0 കൊടുത്താൽ ഇവിടെയും 0, ഇവിടെയും 0, 0 ഇൻറ്റു 0. നാൻഡ് മീൻസ് ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി, 0 ഇൻറ്റു 0 0 ആയിരിക്കും വരുന്നത്. അടുത്ത കേസിൽ ഇതാണ്ട് 1 കൊടുത്താൽ ഇവിടെയും 1, ഇവിടെയും 1, 1 ഇൻറ്റു 1 1. അതായത് ഇവിടെ എന്താണ്, ഇവിടെയും ബഫറാണ് അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വയറാണ്. എന്ത് കൊടുത്താലും തിരിച്ച് റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനത്തെ രീതിയിൽ എവിടെയെങ്കിലും സർക്യൂട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കണം ദാറ്റ് ഈസ് എ കണ്ടക്റ്റിംഗ് വയർ. ഇതിവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിങ്ങനെ പോവുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അത് ഡൗട്ട് അടിക്കുന്നുണ്ടെങ്കിൽ നെവർ മൈൻഡ്, ഇതിങ്ങനെ പോയിട്ടായെന്നെങ്കിലും മനസ്സിലാക്കി വെച്ചാൽ മതി. ഏതൊരു നിങ്ങൾ കാണാൻ പഠിക്കുക. ഇങ്ങനെ സർക്യൂട്ട് വന്നാൽ ദിസ് ഈസ് സിംപ്ലി റിസൾട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും എന്ന് പഠിക്കുക. എന്നാൽ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കി ചെയ്യുന്നവരാണെങ്കിൽ ഫൈൻ. ഇവിടെ എങ്ങനെ വന്നു എന്ന് ആലോചിക്കുക. ഈ 0 ഇങ്ങോട്ട് വന്നു, ഇവിടെ വർക്ക് ചെയ്ത ശേഷം റിസൾട്ട് ഇറങ്ങുന്നു, റിസൾട്ടും സെയിം തന്നെയാണെന്ന് പഠിക്കുക. ഓക്കെ, സിമ്പിൾ. ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തൊക്കെ കേറ്റാ പറഞ്ഞത്? ആൻഡും ഓറും പറഞ്ഞു. ഇനി എന്തൊക്കെയുണ്ട്? നാൻഡും നോറും ഉണ്ട് അല്ലേ? നാൻഡും നോറും ഉണ്ട്. അപ്പോൾ നാൻഡും നോറിനെ പറയുമ്പോൾ തന്നെ നോറിനെ പറ്റി പറയാതെ നമുക്കിനി നോറിലേക്ക് കടക്കാം. അപ്പം നോറ് വരയ്ക്കുകയാണ്. അപ്പം നോറിലൂടെ ഞാൻ നേരെ പോകാതെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കെ. എനിക്ക് ഞാൻ പറഞ്ഞു കേട്ടോണേ. നോറ് ഇങ്ങനെ വരയ്ക്കുകയാണ് ഞാൻ. അതുകൊണ്ട് ഓക്കെ, എന്താണ് ഇങ്ങനെ വരയ്ക്കാൻ കാര്യം? ഞാൻ നേരത്തെ നിങ്ങൾക്ക് നോറൊക്കെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നോറ് വരച്ചിരുന്നത് എങ്ങനെയായിരുന്നു? എന്താണ്ട് ഇങ്ങനെയല്ലേ നോറ് വരച്ചിരുന്നത്? നമ്മളൊരു സപ്ലൈ കൊടുത്തു. നോറല്ലേടാ പറയുന്നത്? ഓക്കെ, നോറല്ലേ? ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനല്ലേ പറഞ്ഞിരുന്നത് അല്ലേ? ആൻഡിൻ്റെ ഓറിൻ്റെയും നോട്ടിൻ്റെയും കോമ്പിനേഷൻ നോറെന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരച്ചേക്കുന്നത്? ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇവിടെ എന്താണ്, സിംഗിൾ ഇൻപുട്ടേ കൊടുക്കാൻ പറ്റൂ അല്ലേ? ഇവിടെ സിംഗിൾ ഇൻപുട്ടല്ലേ കൊടുത്തേ. അത് തന്നെയല്ലേ ഇവിടെ സിംഗിൾ ഇൻപുട്ടേ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ഇവിടെ രണ്ട് ഇൻപുട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് നോറിനെ ഇങ്ങനെ വരച്ചത്. അപ്പോൾ ഇതെന്താണ്? ഇത് നോറ് എന്നാണ്. പക്ഷേ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. കാര്യം ഇവിടെ ഒറ്റ ഇൻപുട്ടേ ഉള്ളൂ. ഒരു മാറ്റമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ഇവിടെ എന്ത് കൊടുക്കുന്നു അത് തന്നെ ഇങ്ങോട്ടും വരും. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. സപ്പോസ് ഇവിടെ 0 ആണ് കൊടുക്കുന്നത്. 0 കൊടുത്ത് എന്ത് ചെയ്യും? ഇവിടെയും 0 വരും. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ഓർ ആകുമ്പോൾ എന്ത് ചെയ്യും? നമുക്കറിയാം അഡീഷൻ ആണ്. അപ്പോൾ 0 + 0 എന്തായിരിക്കും? ഇവിടെ കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. ഇവിടെ എന്താണ്, ഈ 0 വന്നിട്ട് ഇങ്ങോട്ട് ചെല്ലും. 0യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ ആൻസർ വിൽ ബി 1. അപ്പോൾ നമുക്ക് എളുപ്പം പറയാം. അതായത് എന്ത് ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ വരത്തുള്ളൂ. അതായത് ദിസ് സർക്യൂട്ട് ബിഹേവ്സ് ആസ് എ നോട്ട് ഗേറ്റ് അല്ലേ? നോട്ട് ഗേറ്റ് ആയിട്ടാണ് ഈ സർക്യൂട്ട് ബിഹേവ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന സാധനത്തിന് ഒരു വിലയില്ല. ഇവിടെ എന്ത് കൊടുത്തോ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആൻസർ കിട്ടുന്നത് അല്ലേ? ഇത് ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് നാൻഡ് വെച്ച് പറയാം. നാൻഡ് വെച്ച് പറയാം. നാൻഡ് വെക്കുവാണെങ്കിൽ എന്നാലോചിച്ചൊക്കെ ഞാനായിരിക്കും ഫിഗർ വരുന്നത് എങ്ങനെയായിരിക്കും? ഒരു മാറ്റവും ഇല്ല. ഇതേപോലെ ചെയ്യുക. ഇവിടെ നാൻഡ് ആയിരിക്കും. ഇപ്പോൾ ഡി കണക്ക് വരയ്ക്കുക. ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കണക്ട് ചെയ്യുന്നു. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആലോചിക്കുക. ഇവിടെ ഇൻപുട്ട് ഞാൻ 1 കൊടുക്കുന്ന. 1 കൊടുത്താൽ ഇവിടെയും 1 ആയിരിക്കും, ഇവിടെയും 1 ആയിരിക്കും. ആൻസർ 1 × 1 ആയിരിക്കും വരുന്നത്. 1ൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ എന്ത് പറയാം? ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് 1 ആയിരുന്നു. ഈ 1ൻ്റെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് ഇതിൻ്റെ കോംപ്ലിമെൻറ്റ്. അതായത് ദിസ് സർക്യൂട്ട് ആൾസോ ബിഹേവ്സ് ആസ് എ നോട്ട് ഗേറ്റ്. എവിടെയെങ്കിലും ഇങ്ങനെ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇവിടുത്തെ ഇൻപുട്ടിൻ്റെ കോംപ്ലിമെൻറ്റ് എടുത്താൽ മതി. റിസൾട്ട് ഇതായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, എവിടെയെങ്കിലും പ്രോബ്ലങ്ങളിൽ ഇതിൻ്റെ കോമ്പിനേഷൻ വരും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ പാടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട. പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു കാര്യം അറിയണം. സിംഗിൾ ഇൻപുട്ട് വന്നാൽ പേടിക്കരുത്. ഇതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് രണ്ടിടത്തായിട്ട് പോയിട്ട് പിന്നെ അത് തമ്മിലാണ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കേണ്ടത്. അതാണ് അറിയേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഒറ്റ ഒരെണ്ണം കൊണ്ട് അതിനുശേഷം നമ്മുടെ നേരെ പ്രോബ്ലം ചെയ്യലേക്ക് പോകാം. ഓക്കെ, ഒരു കണ്ടീഷൻ കൂടെ പഠിക്കാനുണ്ട്. 2 നോട്ട് ഗേറ്റ്സ് ബിഹേവ് ആസ് കണ്ടക്റ്റിംഗ് വയേഴ്സ്. അപ്പോൾ നമ്മൾ പല കോമ്പിനേഷൻ പറഞ്ഞില്ലേ? ഇനി ഒരു കോമ്പിനേഷൻ പഠിക്കാനുണ്ട്. 2 നോട്ട് ഗേറ്റുകൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുക. 2 നോട്ട് ഗേറ്റുകളെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? 2 നോട്ട് ഗേറ്റുകളെ കമ്പൈൻ ചെയ്തു. അപ്പോൾ ആലോചിച്ച് നോക്കി. ഇവിടെ സിംഗിൾ ഇൻപുട്ട്, ഇവിടെ സിംഗിൾ ഇൻപുട്ട്. ഞാൻ ഇവിടെ എന്ത് കൊടുത്തു? ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്? ഇവിടെ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. 1ൻ്റെ കോംപ്ലിമെൻറ്റ് ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി ഞാൻ തിരിച്ച് പിന്നെ ഒരു നോട്ട് ഗേറ്റ് വരയ്ക്കുക. അതേപോലെ കോമ്പിനേഷൻ. ഇത് പ്രത്യേകിച്ച് തിയറിന്ന് പറയാനായിട്ടില്ല. പിന്നെ നമുക്ക് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എളുപ്പം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. എൻ്റെ നോട്ട് ഗേറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, 0യുടെ കോംപ്ലിമെൻറ്റ് 1. ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ടോ അതിനല്ലേ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എന്ത് സർക്യൂട്ടാണിത്? ബഫർ അല്ലെങ്കിൽ
കണ്ടക്റ്റിംഗ് സർക്യൂട്ടാണ്, കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണ്. എന്ത് കൊടുക്കുന്നു അതിനെ തിരിച്ച് കിട്ടുന്നു. ഈ രണ്ട് ഗേറ്റും ക്യാൻസൽ ആയി പോകും. ഇവിടെ ഒരു നോട്ട് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എ കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു എ കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. ഇതിനോട് തിരിച്ച് ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നില്ല. ഇത് നേരെ അങ്ങ് ചെല്ലുക അല്ലേ. 0 കൊടുത്താൽ നേരെ കിട്ടുന്ന ആൻസർ 0, 1 കൊടുത്താൽ കിട്ടുന്ന ആൻസർ 1 തന്നെ. നോ ചേഞ്ച് ഇറ്റ് ഓൾ. കാരണം 2 നോട്ട് ഗേറ്റുകൾ ക്യാൻസൽ ആയി പോകും. നോട്ട് ഗേറ്റ് മാത്രമാണോ? അല്ല, 2 നാൻഡ് ഗേറ്റുകളും ക്യാൻസൽ ആയി പോകും, 2 നോർ ഗേറ്റുകളും ക്യാൻസൽ ആയി പോകും. നോർ ഗേറ്റ് സംശയമുണ്ടോ? നോർ ഗേറ്റ് 2 ക്യാൻസൽ ആയി പോകും. നോക്കാം നമുക്ക്. നോർ ഗേറ്റ് ഗേറ്റ് നമ്പർ 1, ദെൻ നെക്സ്റ്റ് നോർ ഗേറ്റ് നമ്പർ 2 ക്യാൻസൽ ആയി പോകും. ഇവിടെ 0 നിങ്ങൾ കൊടുത്തോ? 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഓർ ഓപ്പറേഷനാണ് ആദ്യം ചെയ്യുന്നത്. 0 + 0, ഇവിടെയും 0 ആണ്, ഇവിടെയും 0 ആണ്. 0 + 0 is 0, 0യുടെ കോംപ്ലിമെൻറ്റ് 1. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. ഈ 1 ഇവിടെയും പോവും, ഇവിടെയും 1 ആയിരിക്കും. 1 ഉം 1 റിസൾട്ട് വരുമ്പോൾ 1 + 1 is 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, കിട്ടുന്ന ആൻസർ 0 ആയിരിക്കും. അതായത് ഇവിടെ 0 കൊടുത്തോ, ആ 0 തന്നെയാണ് എവിടെയും കിട്ടിയത്, ഇവിടെയും കിട്ടിയത്. ദാറ്റ് ഈസ് ദിസ് വിൽ ആൾസോ ബിഹേവ് ആസ് എ ബഫർ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വയർ. അതുപോലെ നിങ്ങൾ എന്ത് കൊടുത്താൽ നോർ ഗേറ്റ് നാൻഡ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നാൻഡ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാലും നാൻഡ് പിന്നെ നാൻഡിൻ്റെ കോമ്പിനേഷൻ കൊടുത്താൽ എന്താണ്? 0 കൊടുത്താൽ ഇവിടെയും 0, ഇവിടെയും 0, 0 × 0, 0 കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും, 1 ഇവിടെയും 1, ഇവിടെയും 1, 1 × 1 1, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0 ആയിരിക്കും. ആൻസർ വിൽ ബി 0. ഓക്കെ, അത് പെട്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ആൻഡ് ഓറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഈ കോമ്പിനേഷൻ വരുമ്പോൾ ഓക്കെ ആവത്തുള്ളൂ കേട്ടോ. ഇത്രയുള്ള നമ്മൾ എന്തെന്ന് പറയുന്നത് ഗേറ്റ് എന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇത്രയും പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ പ്രോബ്ലം വരുമ്പോൾ, അതായത് പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ പഴയ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നൊരു പോയിൻ്റാണ്. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞിട്ടേക്കാം. പുതിയ ടോപ്പിക്കൊന്നുമില്ല, പുതിയ കൺസെപ്റ്റ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പോലെ എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 നോട്ട് ഗേറ്റുകളെ ആൻഡ് ഗേറ്റായിട്ട് കണക്ട് ചെയ്താൽ ഇപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇപ്പോൾ ലോജിക്കലി നിങ്ങൾ പഠിച്ച് വെച്ച് ആലോചിച്ച് നോക്കുക. ഇവിടെ ഞാൻ 0 കൊടുത്ത്, ഇവിടെ 0 കൊടുത്തു. ഓക്കെ, കിട്ടുന്ന ആൻസർ 0യുടെ കോംപ്ലിമെൻറ്റ് ഇവിടെ 1 ആയിരിക്കും വരുന്നത്. ആൻഡ് അല്ലേ, 1 × 1 ആൻസർ 1 ആയിരിക്കും വരുന്നത്. 0 കൊടുത്താൽ 1 കിട്ടും, തിരിച്ച് കൊടുത്താൽ ഓപ്പറേഷൻ പാരലായിട്ട് കിട്ടും. ഓക്കെ, നമുക്കറിയാം. പക്ഷേ ഈ ഒരു ഓപ്പറേഷൻ 0 കൊടുത്താൽ 1 കിട്ടുന്ന വേറെ ഒരു ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഗേറ്റായിരുന്നു? നോർ ഗേറ്റായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മൾ ട്രൂത്ത് ടേബിൾ വരച്ച് നോക്കണം. അപ്പോൾ അതിന് പറയാൻ ഒരു എളുപ്പവഴിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ കോമ്പിനേഷൻ പഠിച്ചു വെക്കുക. ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? ഈ നോട്ട് കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് നോട്ടല്ലേ രണ്ടിടത്തും വെച്ചേക്കുന്നത്, ഇവിടുത്തെ നിൽക്കട്ടെ, ഇവിടെ രണ്ടിടത്തും നോട്ടല്ലേ വെച്ചേക്കുന്നത്, ഇങ്ങനത്തെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഏത് ഗേറ്റാണ് കിടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഗേറ്റ് എടുക്കുക. ഇവിടെ ഏത് ഗേറ്റാണ് കിടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഏത് ഗേറ്റാണ് കിടക്കുന്നത്? ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഓറാണ് പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഓറാണ്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നത്? ഇത് ഓർ ഗേറ്റ് ആയിരിക്കും. വെറും ഓർ ഗേറ്റ് അല്ല, ഓറെന്ന് എഴുതുക. ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത്? നോട്ടല്ലേ. സോ നോർ ഗേറ്റിൻ്റെ നിങ്ങൾ ട്രൂത്ത് ടേബിൾ എടുത്തു പോയി കഴിഞ്ഞാൽ നോർ ഗേറ്റിൻ്റെ 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതേപോലെ 1 0 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ആൻസർ കിട്ടും. അത് തന്നെ ആയിരിക്കും ഇവിടെയും കിട്ടുന്നത്. അതായത് ഈ സർക്യൂട്ട് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്ന പറയുന്നത് നോർ ഗേറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് പഠിച്ച് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ട്രൂത്ത് ടേബിൾ കമ്പയർ ചെയ്ത് പറയേണ്ടത് നോറാണെന്ന്. ചില സമയത്ത് ഓപ്ഷൻസിനകത്ത് ഈ ഗേറ്റ് ഏതുമായിട്ട് ബിഹേവ് ചെയ്യുമെന്ന് ചോദിക്കും. ദിസ് ഗേറ്റ് വിൽ ബിഹേവ് ആസ് വിച്ച് ഗേറ്റ്, അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് ഏതിന് ഈക്വലാന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഏത് ഗേറ്റാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് അറിയണ്ടേ. ഓക്കെ, സിമിലർലി നമുക്ക് വേറെ എക്സ്പ്രഷൻ നോക്കാം. 2 നോട്ട് ഗേറ്റുകൾ കമ്പൈൻ ചെയ്യുകയാണ്. ഇവിടെ എന്ത് ഗേറ്റാണ് വെച്ചേക്കുന്നത്? ഞാൻ ഇവിടെ ഓർ ഗേറ്റാണ് വെച്ചേക്കുന്നത്. ഫൈൻ. അപ്പോൾ ഇവിടുത്തെ ഓപ്പറേഷൻ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? വെച്ചേക്കുന്ന ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. വെച്ചേക്കുന്ന ഗേറ്റ് ഏതാ? ഓർ ഗേറ്റാണ്. ഓറിൻ്റെ ഓപ്പോസിറ്റ് എന്തുവാ? ആൻഡ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ എന്താ ഓപ്പറേഷൻ ചെയ്തേക്കുന്നത്? 2 നോട്ട് ഗേറ്റാണ് വെച്ചേക്കുന്നത്. സോ വിച്ച് ഈസ് നാൻഡ്. അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് 1 ഉം 0 കൊടുക്കട്ടെ. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 0, 0യുടെ കോംപ്ലിമെൻറ്റ് 1. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഓറാ ചെയ്യുന്നത്. 0 + 1 വിച്ച് ഈസ് 1. അതായത് 1 ഉം 0 കൊടുക്കുമ്പോൾ 1 കിട്ടുന്ന നമ്മുടെ നാൻഡ് ഗേറ്റിനകത്ത് സെയിം ഓപ്പറേഷനാണ് കിട്ടുന്നത്. 1 ഉം 0 കൊടുത്താൽ 1 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഈ സർക്യൂട്ട് എന്തിന് ഇക്വലൻ്റ് ആണ്? നാൻഡ് ഗേറ്റിന് ഇക്വലൻ്റ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതേപോലെ വേറെ മാറ്റമൊന്നുമില്ല. നിങ്ങൾ തനിയെ ശ്രമിച്ചു. ഓക്കെ, ഉണ്ട്. ഓക്കെ, എന്താണ് ഇതെന്ന് പറയുന്നത്? ഫസ്റ്റ് നോക്കൂ, ഇത് ഏത് ഗേറ്റാണ്? ദിസ് ഈസ് നാൻഡ്. ഇത് നാൻഡ് ഗേറ്റ് അല്ലേ? ഓക്കെ, നാൻഡ് ഗേറ്റാണ്. ഇത് നാൻഡ് ഗേറ്റ്. അപ്പം നാൻഡ് അല്ലേ? അപ്പം ആൻഡ് ഗേറ്റാണ് അല്ലേ? നാൻഡിനകത്ത് ആൻഡ് ഉണ്ട്. ഈ ആൻഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓറാണ്. ഓക്കെ, ഇനി ഞാനിവിടെ നോർ എഴുതുമോ? എഴുതുമോ? എഴുതില്ല. കാര്യം എന്താ? ഇവിടെ 2
നോട്ടുണ്ട്, അപ്പോൾ എന്നെ എഴുതാം. പക്ഷേ ഇവിടെ ഒരു നോട്ടുണ്ട്, ഈ രണ്ട് നോട്ടിൻ്റെയും ഈ നോട്ടും തമ്മിൽ കട്ടായി പോയിട്ട് ദിസ് ഈസ് സിംപ്ലി ഓർ. ഇവിടെ രണ്ട് നോട്ടുണ്ട്, ഇവിടെ ജസ്റ്റ് സിംപ്ലി ഇത്ര ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ എഴുതാം, ഇത് നോറെന്ന് എഴുതാം. ഇവിടെ ഓൾറെഡി രണ്ട് നോട്ട് ഗേറ്റുകൾ ഉണ്ട്, ഇവിടുത്തെ ഒരു നോട്ട് ഗേറ്റും ഉണ്ട്. ഈ നോട്ട് ഗേറ്റിൻ്റെ രണ്ട് റിസൾട്ടൻറ്റും ഈ നോട്ട് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ ക്യാൻസൽ ആയി പോയിട്ട് വിൽ ഓൺലി ഗെറ്റ് ഓർ. അതായത് ഈ സർക്യൂട്ട് എന്തിന് ഇക്വലൻ്റ് ആണ്, ഓർ ഗേറ്റിന് ഇക്വലൻ്റ് ആണ്, അതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഫോർ ദ ഫോളോയിങ് ലോജിക് സർക്യൂട്ട് ട്രൂത്ത് ടേബിൾ തന്നേക്കുന്നത്. അപ്പോൾ ട്രൂത്ത് ടേബിൾ ഏതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അറിയാം കോമ്പിനേഷൻ ഓഫ് ഗേറ്റുകളാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ ഓൾറെഡി രണ്ട് ഗേറ്റുകൾ, അതായത് രണ്ട് നോട്ട് ഗേറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തേക്കുക ഇൻപുട്ടായിട്ട്. ഏതൊരു ഇൻപുട്ടായിട്ട്, ഒരു നാൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഞാനൊരു കേസ് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ കേസ് വന്നവർ എളുപ്പവഴി പറഞ്ഞായിരുന്നു. ഇത് രണ്ട് നോട്ട് ഗേറ്റാണ്. അപ്പം ഇങ്ങനെ രണ്ട് നോട്ട് ഗേറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ എന്തായാലും ചെയ്യേണ്ടത്, ഇവിടുത്തെ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഗേറ്റ് എഴുതുക. ഇവിടെ ഏത് ഗേറ്റാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്, ഇവിടെ നാൻഡ് ഗേറ്റാണ് ഉള്ളത്. നാൻഡ് ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്, നോറാണ്. അപ്പോൾ നമ്മൾ നോറെന്ന് എഴുതാം, ആദ്യമേ ഓറെന്ന് എഴുതാണ്. ഇനി നോർ എഴുതാത്തതിൻ്റെ കാര്യം എന്താ, എൻ ഇടാത്തതിൻ്റെ കാര്യം എന്താണ്, ഓൾറെഡി രണ്ട് നോട്ട് ഗേറ്റ് ഉണ്ട്. ഈ രണ്ട് നോട്ട് ഗേറ്റിൻ്റെ ഈ കോംപ്ലിമെൻറ്റും കൂടെ ക്യാൻസലായി പോയിട്ട് ഓർ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓൾറെഡി ഒരു നോട്ട് ഗേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസലായി പോകും. നേരത്തെ ഞാൻ അത് പറഞ്ഞായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അതുകൊണ്ട് ഓർ ഗേറ്റ് ആണ് കിട്ടുന്നത്. റിസൾട്ടൻ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിന് ഇക്വലൻ്റ് ആണ്, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ടിന് ഇക്വലൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ മതി. ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ പ്ലസ് ആയിരുന്നു വരുന്നത് അല്ലേ. അതായത് 0 കൊടുത്താൽ 0, 2 0 കൊടുത്താൽ 0 കിട്ടും, 1 + 1 കൊടുത്താൽ 1 കിട്ടും. അപ്പോൾ ഇത് രണ്ടും കോംബോ വരുന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എ നോക്കുവാണെങ്കിൽ 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 0 കിട്ടി, 1 എടുത്തപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടി. അപ്പോൾ അത് രണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം, 0 1 കൊടുത്തപ്പോൾ. അപ്പോൾ 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 ആയിരുന്നു കിട്ടേണ്ടത്, കാര്യം ഓർ ഗേറ്റ് അല്ലേ. അപ്പോൾ അഡീഷണൽ അല്ലേ ചെയ്യേണ്ടത്, 0 + 1 1 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 എന്തായാലും അല്ല, മിസ്റ്റേക്കാണ്, അത് അതാണ് ഓപ്ഷൻ 1 തെറ്റാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പോഴത്തേന് 0 1 എടുക്കുമ്പോൾ 1 കൊടുക്കുന്നുണ്ട്. 0 0 കൊടുക്കുമ്പോൾ ഓപ്ഷൻ, അതായത് ഫസ്റ്റ് ലൈൻ 0 0 കൊടുക്കുമ്പോൾ 1 ആണ് കിട്ടുന്നത്, നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ അതും മിസ്റ്റേക്കാണ്. ഓപ്ഷൻ സി നോക്കുക, അതായത് തേർഡ് ഓപ്ഷൻ നോക്കുക, 0 0 കൊടുക്കുമ്പോൾ 0 കിട്ടുന്നുണ്ട്, 0 1 കൊടുക്കുമ്പോൾ 1 കിട്ടുന്നുണ്ട്, 1 0 കൊടുക്കുമ്പോൾ 1 കിട്ടുന്നുണ്ട്, 1 ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് നീറ്റ് 2023 PYQ ആണ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു 2 മിനിറ്റോളം എടുക്കത്തില്ല ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ പ്രോബ്ലം നോക്കൂ. ഇവിടെ ഓൾറെഡി ഒരു കോമ്പിനേഷൻ ഓഫ് ഗേറ്റാണ് വരുന്നത്. പിന്നെ അതേപോലെ കുറച്ച്, അതായത് ഇച്ചിരി കൂടെ ഒരു ഗേറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അത് ഇച്ചിരി കുറച്ച് കോംപ്ലക്സ് ആയിട്ട് നമുക്ക് തോന്നാം, പക്ഷേ ഇവിടെ പോലെ ചെയ്ത് നോക്കാം. അത് നോക്കുക, ഇവിടെ എ എന്ന് പറയുന്ന സിഗ്നൽ അല്ലെങ്കിൽ ഇൻപുട്ട് നമുക്ക് രണ്ടിടത്തോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. അത് കണ്ടില്ലേ, ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങോട്ടും വരുന്നുണ്ട്, അങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സപ്പോസ് നമുക്കൊരു ഹിറ്റ് ആൻഡ് ട്രയൽ മെത്തേഡ് അപ്ലൈ നോക്കാം. എന്താ ഹിറ്റ് ആൻഡ് ട്രയൽ എന്ന് പറയുമ്പോൾ, നമ്മൾ ഓപ്ഷനിലുള്ള ഒരു ഇൻപുട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓപ്ഷനിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കാം, 0 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. ആലോചിച്ച് ഓക്കെ, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും 0 ആണ് അല്ലേ, ഇവിടെ നേരെ 0 ആണ്. പിന്നെ ഇത് ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ 0 ഇങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ കയറുമ്പോൾ 0യുടെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള നോട്ട് ഗേറ്റാ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1 ആണ് വരുന്നത്. ഈ 1 എവിടെ ചെല്ലുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 1 വരുന്നുണ്ട്. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഈ 0 നേരെ ഇങ്ങോട്ട് ചെല്ലുന്നുണ്ട്, ഇവിടെ 0 ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഈ 0 ഇവിടെ കൂടെ ചെന്ന് ജമ്പ് ചെയ്തിട്ട്, ഈ സിമ്പിൾ ജമ്പിൻ്റെ സിമ്പിളാണ് കേട്ടോ, അതായത് ഇതിൻ്റെ മേളിൽ കൂടെ പോയെന്ന് കാണിക്കാൻ വേണ്ടി ജമ്പ് ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും 0 കിട്ടി. ഓക്കെ, ഇനി ഇത് ഏത് ഗേറ്റാണ്, ഇത് നാൻഡ് ഗേറ്റാണ്. അപ്പം നാൻഡ് എന്ന് പറയുമ്പോൾ ആൻഡ് ചെയ്തിട്ട് അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ നാൻഡ് എന്ന് പറയുമ്പോൾ 0 0 ആണ്. അപ്പോൾ ആൻഡ് എന്തായിരിക്കും ചെയ്യുന്നത്, 0 × 0 0 ആയിരിക്കും. അതിൻ്റെ കോംപ്ലിമെൻറ്റ് എത്രയാണ്, 1 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 1 ആണ് കിട്ടുന്നത്. ഇനി ഇവിടെ ചെയ്യുന്നത് 0യും 1ഉം ഉണ്ട്, അതിൻ്റെ നാൻഡ് ആണ്. അപ്പോൾ 1 × 0 ചെയ്യുമ്പോൾ 0 കിട്ടുന്നത്, അതിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ് കിട്ടുന്നത്, 1 × 0 ചെയ്യുമ്പോൾ 0 കോംപ്ലിമെൻറ്റ് 1. അപ്പോൾ 1ഉം 1ഉം കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ ആൻഡ് ഗേറ്റാണ്, സിംപ്ലി ആൻഡ്. അപ്പോൾ 1 കൊടുക്കുമ്പോൾ C1 കിട്ടണം. ഇവിടെ ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എക്കകത്ത് പറയുന്നത് എന്തായിരുന്നു, ഓപ്ഷൻ എക്കകത്ത് പറയുന്നത് 0 0 കൊടുക്കുമ്പം 0 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് 0 0 കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ 1 ആണ്. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. 0 0 കൊടുക്കുമ്പോൾ 1 കിട്ടി. ഓക്കെ, അതൊരു ചാൻസ് ആണ്, കറക്റ്റ് അതാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓപ്ഷൻ സി നോക്കുമ്പോൾ അവിടെയും 0 0 കൊടുത്തപ്പോൾ 1 കിട്ടുന്നുണ്ട്. അപ്പോൾ അതും ഒരു ചാൻസ് ആണ്. ഓപ്ഷൻ ഡിക്കകത്ത് 0 0 കൊടുക്കുമ്പോൾ 0 കൊടുക്കുന്നത്, അപ്പോൾ അതല്ല. അപ്പോൾ ഏതർ ഓപ്ഷൻ ബി ആണ് അല്ലെങ്കിൽ സി ആണ്. നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്ത് നോക്കുക, 0 1 കൊടുക്കുമ്പോൾ 0, രണ്ടിലും കോമൺ ഓപ്ഷൻ അല്ലേ. പിന്നെ ഉള്ള ഏതാണ്, 1ഉം 0യും കൊടുക്കുമ്പോൾ
എന്ത് കിട്ടും നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ. 1ഉം 0യും, അതായത് ഇതിൻ്റെ തേർഡ് റോ നോക്കിയാൽ മതി. 1ഉം 0യും കൊടുക്കുമ്പോൾ ആൻസർ 1ഉം 0യും കൊടുത്ത് നോക്കാം. ആലോചിച്ച് ഓക്കെ, ഇവിടെ 1 കൊടുക്കുക, ഇവിടെ 0 കൊടുക്കുക അല്ലേ. 1ഉം 0യും കൊടുത്ത് 1 എന്ത് ചെയ്യും, 1 ഇതിലെ കൂടെ കയറി ഇവിടെ 1 വരും അല്ലേ. ഓക്കെ സെക്കൻഡ്, 1 ചെന്ന് ഇവിടെ കോംപ്ലിമെൻ്റ് ആക്കി 0 ആക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ 0 വരും അല്ലേ, 0 വരും. പിന്നെ 0 ഇതിലെ കൂടെ ചെന്ന് ഓക്കെ ഇവിടെ 0 ആണല്ലോ വരുന്നത്, ഇവിടെ 0 ആണ് വരുന്നത്. ഇവിടെ 0 ഇതിലെ കൂടെ ചെന്ന് ഇവിടെയും 0 വരും. പിന്നെ അതേപോലെ ഇവിടെയും 0 വരും. ഓക്കെ, ഇവിടെയും 0 വരുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ രണ്ടിടത്തും 0 കിട്ടിയിട്ടുണ്ട്, 0യുടെ ആൻഡ് ചെയ്യണം. 0 × 0 0 ആണ്, അതിൻ്റെ നാൻഡിൻ്റെ അപ്പോൾ കോംപ്ലിമെൻറ്റ്, അതായത് 1 ആണ് വരുന്നത്, 1 വരുന്നുണ്ട്. ഇവിടെ 0 × 0, ഇവിടെ 0 × 0 ചെയ്യുമ്പം 0 കിട്ടും, അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 ആണ് വരുന്നത്. അപ്പം അവിടെ കിട്ടുന്ന ആൻസർ എത്ര, അവിടെ 1 × 1, അപ്പോൾ 1. അപ്പം നമുക്ക് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്താണ്, 1 ആണ് വരുന്നത്. 0 കൊടുക്കുമ്പോൾ 0 1 കൊടുക്കുമ്പോൾ ആൻസർ 1 ആണ് വരുന്നത് അല്ലേ. 0 1 കൊടുക്കുമ്പോൾ ആൻസർ 1 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള ഇട്ട് നോക്കാം. പക്ഷേ ഇവിടെ 4th ഓപ്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഏതൊരു 4th ഓപ്ഷൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 ഓപ്ഷൻ നോക്കിയിട്ട് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഗേറ്റ് ഇവിടെ ഓപ്ഷൻ 3യുടെ ട്രൂത്ത് ടേബിളാണ് ഈ കോമ്പിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതുന്നതിനേക്കാൾ ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഹിറ്റ് ആൻഡ് ട്രയൽ ചെയ്ത് നോക്കുന്നതാണ്. കാര്യം ബൂളിയൻ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും, പിന്നെ നമുക്ക് ടൈം കുറേ പോകും. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഈ ക്വസ്റ്റ്യനകത്ത് വരുന്നത് എന്താണ്, ഇഫ് ദ ഔട്ട്പുട്ട് എക്സ് ഓഫ് ദ ലോജിക് സർക്യൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ വിൽ ബി. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് ഈസ് എക്സ് ഹിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ ബൂളിയൻ എക്സ്പ്രഷനിലാണ് ആൻസർ ഇട്ടേക്കുന്നത്, ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, എ ഉണ്ട് ബി ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും, ഇവിടെയും എയും ഇവിടെയും ബി തന്നെ ആയിരിക്കുമല്ലോ, ഇങ്ങനെയല്ലേ വരുന്നത്. അതിനുശേഷം ഇവിടെ ഏത് ഗേറ്റാണ്, നാൻഡ് ഗേറ്റാണ്. അപ്പോൾ എ ഡോട്ട് ബി ചെയ്ത ശേഷം അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുക. നാൻഡല്ലേ, എ ഡോട്ട് ബി ചെയ്യുക, കോംപ്ലിമെൻ്റ് എടുക്കുക. എ ഡോട്ട് ബി കോംപ്ലിമെൻ്റ് ഉണ്ട്, അതെങ്ങോട്ടാണ് ചെല്ലുന്നത്, രണ്ടിടത്തോട്ട്. എ ഡോട്ട് ബി ചെയ്ത കോംപ്ലിമെൻ്റ് ഇങ്ങോട്ടും ഉണ്ട്, എ ഡോട്ട് ബി ചെയ്ത കോംപ്ലിമെൻ്റ് ഇങ്ങോട്ടും ഉണ്ട്. ഓക്കെ, സെയിം ഇൻപുട്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ സെയിം ഇൻപുട്ട് ഒന്നും നമുക്ക് അറിയാമായിരുന്നു, ഇതങ്ങ് ക്യാൻസൽ ആയി പോകുന്നൊക്കെ പറയുമായിരുന്നു. അത് വിട്, അപ്പോൾ അത് അല്ല ആലോചിച്ചാലും മതി. എ ഡോട്ട് ബി ചെയ്ത കോംപ്ലിമെൻ്റ് ഇങ്ങോട്ടും പോകുന്നുണ്ട്, എ ഡോട്ട് ബി ചെയ്ത കോംപ്ലിമെൻ്റ് ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവിടെ ഏത് ഗേറ്റാണ്, ഇവിടെ പിന്നെ എന്ത് ഗേറ്റാണുള്ളത്, നാൻഡ് ഗേറ്റ് അല്ലേ ഉള്ളത്. ഇവിടെയും എ ഡോട്ട് ബി ചെയ്ത ഹോൾ കോംപ്ലിമെൻ്റ് അല്ലേ, ആ കോംപ്ലിമെൻറ്റും ഈ കോംപ്ലിമെൻറ്റും ക്യാൻസൽ ആയി പോകത്തില്ലേ. സോ ആൻസർ എന്തായിരിക്കും വരുന്നത്, എ ഡോട്ട് ബി ആയിരിക്കും വരുന്നത് അല്ലേ. എക്സ് ഈസ് ഇക്വൽ ടു എ ഡോട്ട് ബി, സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ഇത് ഇങ്ങനെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഏതർ എന്ത് ചെയ്യുക, എ ഡോട്ട് ബിയുടെ ട്രൂത്ത് ടേബിൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ട്രൂത്ത് ടേബിൾ എഴുതിയ ശേഷം എന്ത് ചെയ്യുക, ഇവിടെ 0യും ഇവിടെ എ ഡോട്ട് ബി ഇപ്പം നമുക്ക് ആൻസർ ആണെന്ന് അറിയത്തില്ല, ഞാൻ അല്ലാതെ പറയാം. ഇപ്പോൾ ജനറലി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0യും 1ഉം ഇട്ട് കൊടുത്ത ശേഷം ചെക്ക് ചെയ്തിട്ട് എന്ത് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നോക്കുക. അപ്പം എ ഡോട്ട് ബിയുടെ ആണോ എ ഡോട്ട് ബി ആണോ അതോ നമ്മുടെ ഓർ ഗേറ്റ് ആണോ, ഓറാണോ അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ വേറെ നാൻഡ് ആണോ നോറാണോ. അപ്പോൾ ആ കോമ്പിനേഷൻ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക, ബൈനറി ഇൻപുട്ട് കൊടുത്ത ശേഷം. അല്ലെങ്കിൽ ഇതേപോലെ ടെസ്റ്റ് ചെയ്യണം, ഇതാണ് ബെറ്റർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് നേരിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഇത് കുറച്ചുകൂടെ എന്താണ് ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇത്രയും കണ്ടതിൽ വെച്ച് കുറച്ച് വ്യത്യാസം ഈ ക്വസ്റ്റ്യനിലുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ സിഗ്നൽ ഇവിടെ സിഗ്നലിൻ്റെ ആ ഇൻപുട്ട് സിഗ്നൽ തന്നേക്കുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിട്ട്, അല്ലെങ്കിൽ ഹൈ ലോ എന്ന രീതിയിൽ ഗ്രാഫായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ എനിക്ക് ഒന്ന് ബുദ്ധിമുട്ട് വരുന്നതെന്ന് തോന്നുന്നു. നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നേക്കുന്ന സിഗ്നലുകൾ എങ്ങനെയാണ് തന്നേക്കുന്നത്, രണ്ടാമത് തന്നേക്കുന്നത് നമ്മുടെ സർക്യൂട്ട് തന്നേക്കുന്നത്. അപ്പോൾ സർക്യൂട്ട് ഞാൻ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കോമ്പിനേഷൻ ഓഫ് ഗേറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടുത്തെ സിഗ്നലുകളെ പറ്റി നോക്കുക. എ ബി സി ആണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിഗ്നലിൻ്റെ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഫേസിൽ അല്ലേ, ഫസ്റ്റ് ഫേസ് നോക്കിക്കേ, അതായത് ആദ്യമേ കുറച്ച് ഡോട്ടഡ് ലൈൻസ് ഇട്ടാണ് കാണിച്ചേക്കുന്നത്. അതായത് ടൈം 1 T1 എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സമയത്ത് അല്ലെങ്കിൽ T1 എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സിഗ്നലുകൾ എങ്ങനെയാണ്, എയ്ക്ക് T1 സമയത്ത് സിഗ്നൽ എത്ര ആണ്, ഇനിഷ്യലി 0 ആണുള്ളത് അല്ലേ. ഇനിഷ്യലി 0 ആണ്, T1 അല്ല, T1 മുമ്പ് ഇനിഷ്യലി 0 ആണ് വരുന്നത്. അപ്പോൾ ഇനിഷ്യൽ കേസ് നോക്കുവാണെങ്കിൽ ഇവിടെ എ എന്ന് പറയുന്നത് 0 ആണ്, പിന്നെ ബി എന്ന് പറയുന്നതും 0 ആണ്, സി എന്ന് പറയുന്നത് 0 അല്ല, 5 വോൾട്ട് ആണ്. 5 വോൾട്ട് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഹൈ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹൈ എന്ന് വെച്ചാൽ ഏതായിരുന്നു നമ്പർ വരുന്നത്, ഹൈ എന്ന് വെച്ചാൽ 1 ആയിരുന്നു വരുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ 1 വരും സിക്ക്. ഓക്കെ, ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബാക്കി പ്രൊസീഡ് ചെയ്യാൻ അറിയാമല്ലോ. 0
അപ്പം ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഇവിടെയും 0 ആയിരിക്കും വരുന്നത്, ഇവിടെയും 0 ആയിരിക്കും വരുന്നത്. പിന്നെ 0 വന്നാൽ ദിസ് ഈസ് ആൻഡ് ഗേറ്റ് വന്നാൽ ഇവിടെയും 0 ആയിരിക്കും. സോ ഇവിടെ 0 കിട്ടും. പിന്നെ ഇവിടെ 0 ഇവിടെ 1 വരുന്നത് അല്ലേ. അപ്പോൾ 0 1 ചെയ്യുമ്പോൾ ദിസ് ഈസ് നാൻഡ് ഗേറ്റ് ആകുമ്പോൾ 0 × 1 ചെയ്യുമ്പോൾ 0 കിട്ടും. അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള 1, അപ്പോൾ 1 വരുന്നത് അല്ലേ. ഇത് പിന്നെ ഓർ അല്ലേ, ഓർ ചെയ്യുമ്പോൾ ആൻസർ 1 വരുന്നുണ്ട്. സോ നമുക്ക് ആദ്യം കിട്ടുന്ന ഔട്ട്പുട്ട് 1 വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ നോക്കുക. ആൻസറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രാഫിൽ എല്ലായിടത്തും 0 വോൾട്ടേജ് ആയിട്ടാണ് വരുന്നേക്കുന്നത്. സോ അത് ആൻസറായിട്ട് വരത്തില്ല. സെക്കൻഡ് ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇനിഷ്യൽ ഫേസിൽ 0 വന്നേക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര? നമുക്ക് കിട്ടിയിരിക്കുന്നത് 1, വിച്ച് മീൻസ് ഹൈ വോൾട്ടേജ്, 5 വോൾട്ടേജാണ് കിട്ടിയിരിക്കുന്നത്. അതായത് സിഗ്നൽ ഇങ്ങനെ ഹൈക്കാണ് വരേണ്ടത്. ഹൈക്ക് വന്നിട്ടുണ്ടോ? ഇല്ല. ഹൈക്ക് വന്നേക്കുന്നത് എപ്പോഴാണ്? T1 സമയത്താണ് ഹൈക്ക് വന്നേക്കുന്നത്. നമ്മൾ T1ലേക്ക് പോയിട്ടില്ല. സോ ഓപ്ഷൻ ബി അല്ല ആൻസർ. സി നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് 5 വോൾട്ടേജ് ആണ് എല്ലാം വന്നേക്കുന്നത്. സോ അത് ആവാൻ ചാൻസസ് ഉണ്ട്. 5 വോൾട്ടേജ് വന്നിട്ടുണ്ട് അവിടെ, അപ്പോൾ അത് ആവാൻ ചാൻസ് ഉണ്ട്. ഓപ്ഷൻ ഡി നോക്കുവാണെങ്കിൽ ഓക്കെ അവിടെയും 5 വോൾട്ട് ആദ്യം ഇനിഷ്യലി 5 വോൾട്ട് വന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ 3 or 4 ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. അടുത്ത സെക്ഷൻ നോക്കുക. T1 സമയത്ത് എന്താണ് അവസ്ഥ? എ എന്ന് പറയുന്ന 5 വോൾട്ടേജ് ആണല്ലേ. 5 വോൾട്ടേജ് എന്ന് വെച്ചാൽ നമ്മുടെ 1 ആണ് വാല്യൂ. ഓക്കെ. പിന്നെ ബി എന്ന് പറയുന്നത് T1 സമയത്ത് 0 ആണ് വരുന്നത്, ബിക്ക് മാറ്റമൊന്നുമില്ല. സി എന്ന് പറയുന്നത് T1 സമയത്ത് സിയുടെ വാല്യൂ 1 ആണ് വരുന്നത്, മാറ്റമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ എ മാത്രമാണ് മാറിയത്. ഇനി പ്രൊസീഡ് ചെയ്ത് 1 ഓക്കെ ഇവിടെ 0 ഇവിടെ ഇനിയിപ്പം 0 അല്ലേ, ഇത് വേറെ, ഇത് 1 0 1 × 0 ചെയ്യുമ്പോൾ 0 കിട്ടും. 0 × 1 ചെയ്യുമ്പോൾ 0 കിട്ടും. അതിൻ്റെ കോംപ്ലിമെൻറ്റ് 1 കിട്ടും. സ്റ്റിൽ ആൻസർ ഏതാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അതായത് നമുക്ക് പിന്നെയും കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ഹൈ വോൾട്ടേജ് ആണ് അല്ലേ. പിന്നെയും കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഹൈ വോൾട്ടേജാണ് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് ലോ ആവുന്നേക്കുന്നത്. സോ ഓപ്ഷൻ 4 അല്ല, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. അതായത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ പോയേക്കുക. സ്ട്രെയിറ്റ് ലൈൻ കണ്ടിട്ടല്ല ഞാൻ മാർക്ക് ചെയ്തത്. സ്ട്രെയിറ്റ് ലൈൻ്റെ റൈറ്റ് സൈഡിൽ 5 വോൾട്ടേജ് എന്ന് പറയുന്നുണ്ട്. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഗേറ്റ് എപ്പോഴും എന്തായിരിക്കും? ഹൈ ഔട്ട്പുട്ട് മാത്രമേ തരത്തുള്ളൂ. അതായത് ഓൾവേസ് ദ റിസൾട്ട് വിൽ ബി 1 എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സോ നമ്മൾ എന്ത് കോമ്പിനേഷൻ കൊടുത്താലും അടുത്ത ഫേസ് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. എന്നാൽ അടുത്ത ഫേസ് കൊടുത്താലും കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. 1 മീൻസ് എന്താണ്? 1 എന്ന് വെച്ചാൽ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏത് ഇയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ചോദിച്ചതാണ് കേട്ടോ. ഇതേപോലുള്ള ക്വസ്റ്റ്യനും കൂടെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് പൊതുവേ ഗേറ്റിൽ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. ബൂളിയൻ എക്സ്പ്രഷൻസ് എല്ലാം പഠിക്കുക. ഹിറ്റ് ആൻഡ് റൺ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ഇൻപുട്ട് കൊടുത്ത ശേഷം ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ ടെക്നിക്കലിൽ ഉപയോഗിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓവറോൾ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിക്കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നീറ്റ് എന്തായാലും അടുത്ത് വരികയാണ്. സോ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.